ഹലോ കുറുപ്പ് സാർ. സാഗറെ, ഹരിതമ്മളുടെ വയറ്റിലെ കുഞ്ഞിനെ ആരും ഇല്ലാതാക്കി. എന്റെ കുറുപ്പ് സാറേ, ഞാൻ അറിഞ്ഞു. അത് ചെയ്തത് ഞാനല്ലേ. എന്താടോ താനൊന്നും മിണ്ടാത്തത്? അത് പിന്നെ സാറിന്റെ പേരക്കിടാവിന്റെ മരണ വാർത്ത കേട്ട് ഒന്ന് ഷോക്കായി പോയതാണ് സാറേ. അല്ല, അതെങ്ങനെ സംഭവിച്ചു സാറേ? വന്ദന കൊടുത്തൊരു മരുന്ന് കഴിച്ചിട്ടാണത് സംഭവിച്ചതെന്ന് ഹരിത പറയുന്നു. പക്ഷേ ഞാനതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. എനിക്ക് സംശയം നിന്നെ, സാഗറിനെയാണ്. എന്നെ? അതെ, എന്റെ പേരക്കിടാവിനെ ഇല്ലാതാക്കാൻ നീ എന്തെങ്കിലും പണി ഒപ്പിച്ചോ? സാർ എന്ത് അസംബന്ധമൊക്കെ പറയുന്നേ? സാറിന്റെ പേരക്കിടാവിനെ ഇല്ലാതാക്കിയിട്ട് എനിക്കെന്ത് നേട്ടം? അത്രയ്ക്ക് ക്രൂരനാണ് സാഗറിനാണോ സാർ വിചാരിച്ചിരിക്കുന്നത്? എനിക്കും രാഗിക്കും ഇതുവരെ ഒരു കുഞ്ഞില്ല. അതിന്റെ ദുഃഖത്തിലും പ്രാർത്ഥനയിലുമാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഒരു കുരുന്നു ജീവനെ ബലി കൊടുക്കാൻ തക്ക ക്രൂരനാണെന്ന് സാർ കരുതുന്നുണ്ടോ? ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതാ. എന്നാ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ഇങ്ങനൊരു സംശയം എന്നെ കുറിച്ച് ഉണ്ടാവരുത്. എനിക്കത് താങ്ങാൻ പറ്റില്ല സാർ. എടോ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ സംശയം ഉണ്ടായിപ്പോയെന്നേ ഉള്ളൂ. താനാണ് അത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മതി, ധാരാളം മതി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അല്ല, വന്ദന കൊടുത്ത മരുന്നാണ് കുഞ്ഞിനെ കൊന്നതെന്നാണല്ലോ ഹരിത വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് വന്ദനയും ജഗനെയും തമ്മിൽ തെറ്റിക്കാനുള്ള വഴി ആലോചിച്ചൂടെ നമുക്ക്? നമുക്ക് ആലോചിക്കാം. എന്റെ പേരക്കുട്ടിയെ ഇല്ലാതാക്കിയതിന്റെ ദുഃഖത്തെക്കാൾ വന്ദനെ എങ്ങനെ കൊടുക്കാമെന്ന ആലോചനയിലാണ് ഞാനിപ്പോ. അത് നന്നായി സാർ. സാറ് കരുക്കൾ നീക്കിക്കോ.